ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷർ ടൈം. പഴുത്ത മാങ്ങ ഇഷ്ടമല്ലാത്ത ആരുണ്ടല്ലേ? അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നല്ലൊരു കിഡിലൻ പുഡിംഗ് ഉണ്ടാക്കിയാലോ? അടിപൊളിയായിരിക്കില്ലേ? അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴ പുഡിംഗ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത 2 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നാടൻ മാമ്പഴമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം ചെത്തി കട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇതേപോലെ അതിൻ്റെ അകഭാഗം ഇതേപോലെ വരഞ്ഞ് നമുക്ക് സ്പൂൺ കൊണ്ട് എടുക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങയാണെങ്കിലും ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം പഴുത്ത മാങ്ങയാണ്, എന്നാൽ ഇതിലും നല്ല പഴുത്ത മാങ്ങയുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ 2 മാങ്ങയുടെ കഷ്ണങ്ങൾ ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ട് നിങ്ങൾ മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി നമ്മൾ ഏതൊരു പുഡിംഗ് ട്രെയിലാണോ റെഡിയാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് വേണം. അപ്പോൾ ബ്രെഡിൻ്റെ ബ്രൗൺ ഭാഗമെല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതേപോലെ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇത് നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ വല്ലതും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അത് ഇച്ചിരി ലൂസായാലും കുഴപ്പമില്ല. ഇനി അതേസമയം നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുഡിങ്ങിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്, ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ പുഡിങ്ങിൻ്റെ ട്രേയുടെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 8 ബ്രെഡോളം എടുത്തിട്ടുണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ നന്നായിട്ട് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മാങ്കോയുടെ ആ പ്യൂരി, അത് നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡിൽ ഇത് നന്നായിട്ടൊന്ന് അലുത്ത് വരണം. ഈ ഒരു മാങ്കോയുടെ പ്യൂരിയിൽ ഈ ബ്രെഡ് നന്നായിട്ട് അലുത്ത് വരണം. അപ്പോൾ അത് നിറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വീണ്ടും അടുത്ത ലെയറായിട്ട് വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ വീണ്ടും ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ അരികു വശം എപ്പോഴും കട്ട് ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും കഴിക്കുമ്പോഴും കാണാനും ഒരു ഭംഗിയാട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മാങ്കോയുടെ പ്യൂരിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ഫുള്ള് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ടോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ നമുക്ക് നന്നായിട്ട് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതിലെല്ലാം നന്നായിട്ടൊന്ന് നിറഞ്ഞ് വയ്ക്കും. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ. നല്ല പഴുത്ത മാങ്ങയുടെ കളറായതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇച്ചിരി ലൂസായിട്ടിരുന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ അത് റെഡി ആയിക്കോളും. അപ്പോൾ ഇതേപോലെ ഇരിക്കുമ്പോഴാണ് ആ മഞ്ഞയും വെള്ളയും കൂടെയുള്ള ആ കോമ്പിനേഷൻ കളർ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാങ്കോയുടെ കഷ്ണങ്ങൾ ഇതേപോലെ ചെറുതായിട്ട് നുറുക്കി ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ബദാമോ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെറുതായിട്ട് പൊടിച്ച് ഇട്ട് കൊടുത്താലും മതി. ഇപ്പം ഞാൻ മാങ്കോയുടെ പുഡിങ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ നിറച്ച് ഇതേപോലെ മാങ്കോയുടെ ചെറിയ ചെറിയ പീസസ് ഇട്ട് വെക്കുന്നതേ ഉള്ളൂ. ഇനി ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുക. ആദ്യത്തെ 1 മണിക്കൂർ നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം 2 മണിക്കൂർ നമ്മൾ താഴെ റെഫ്രിജറേറ്ററിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്താൽ മതി. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 3-3.5 മണിക്കൂറിന് ശേഷമുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ആ ബ്രെഡും ആ വിപ്പിംഗ് ക്രീമും ഇതെല്ലാം കൂടെ മാങ്കോ എല്ലാം കൂടെ ചേർത്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.